ടീച്ചറെ, ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. ഞാനിപ്പോഴും ഇതിനു മുമ്പ് നമ്മുടെ ഒരു ഇഷ്ടഗാനങ്ങളിൽ ഈ പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ, ഈ പാട്ട് പാടി കേൾക്കുമ്പോൾ എല്ലാ കാലവും നമുക്ക് ഓണമാണെന്ന് തോന്നും. ഓണത്തിന്റെ സമൃദ്ധി, വിളവെടുപ്പ്, പൂക്കള്, തുമ്പിയും തുളസിയും അണിയിച്ചൊരുക്കിയ മലയാള നാട്, ഇതെല്ലാം നമ്മുടെ ഓർമ്മകളിലേക്ക് വരും. സലിൽ ചൗധരി സാറിനെ നമ്മുടെ മനസ്സുകൊണ്ടുള്ള പ്രണാമം. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും, നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. താങ്ക് യു. പാടുന്നത് ബിന്നമ്മ പഠിക്കും. ഓണാശംസകൾ എല്ലാവർക്കും നേരെയാണ്. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. പൂ കൊണ്ടോ മൂടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടോ മൂടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും, നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. താങ്ക് യു സർ. ഞാൻ പാടാം സാറേ. പഠിക്കും. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി.
പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വേറെ ഇനി ആരെങ്കിലും പാടാനുണ്ടോ? അജിത, പിന്നെ ആരുള്ള? ഷേർലി മാം. സാബു സാറ് അടുത്ത ഈ പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ സലിൽ ചൗധരിയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഈ സംഗീത സംവിധാനം ആദ്യം പാട്ടിൻ്റെ ട്യൂൺ ഉണ്ടാക്കുന്ന ഒരു രീതി കൊണ്ടുവന്നത്. ആദ്യമേ ട്യൂൺ ഉണ്ടാക്കുക, അതിനുശേഷമാണ് അതിനനുസരിച്ച് വരികൾ എഴുതുന്നത്. ഇപ്പോൾ അങ്ങനെയാണ്. അപ്പം പണ്ടത്തെ കാലത്ത് ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തി സമ്മളിയൊക്കെ മ്യൂസിക് ചെയ്തിരുന്ന സമയത്ത് ആദ്യം വരികളായിരുന്നു. വയലാറിനെ പോലുള്ളവരെയും ശ്രീമാരൻ തമ്പി സാറും ഒക്കെ എഴുതുന്നു. വരികൾ എഴുതിയിട്ട് അതിനെ ട്യൂൺ ചെയ്യുമായിരുന്നു. പക്ഷേ സലിൽ ചൗധരിയാണ് ഈ രീതി ശരിക്കും പറഞ്ഞുകൊണ്ട്. അതിന് കാരണം അദ്ദേഹത്തിന് ഈ മലയാള ഭാഷ അറിയാത്തതുകൊണ്ട് ആദ്യം ഹാർമോണിയത്തിലോ മറ്റോ ട്യൂൺ ഉണ്ടാക്കും സംവിധായകൻ പറയുന്നതനുസരിച്ചിട്ട്. അതനുസരിച്ചിട്ടായിരുന്നു എഴുതിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പലർക്കും പല ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ട്യൂണിനനുസരിച്ച്. പക്ഷെ അത് ഏറ്റവും ഭംഗിയായി പിന്നെ എഴുതുകയും അതൊരു പ്രാക്ടീസൊക്കെ ആക്കുകയും ചെയ്ത് കൊടുത്തത് സലിൽ ചൗധരിയാണ്. ശ്രീമാരൻ തമ്പി സാറാണ് കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ഉണ്ടായിരുന്നു മലയാള സിനിമയിലെ അന്നത്തെ പാട്ടുകൾക്കൊക്കെ. വയലാറും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും കൂടുതൽ പാട്ടുകളും ശ്രീമാരൻ തമ്പി സാറിൻ്റേതായിരുന്നു. അതിൻ്റെ കാരണം ഇതായിരുന്നു, ഇവർ അങ്ങനെ ഒരു സിംഗിൾ എത്തിയതിന് ശേഷമാണ് ആദ്യം ട്യൂണിടും, അതിന് ശേഷം വരികൾ എഴുതിയായിരുന്നു പല സിനിമകളിലെയും പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് നീങ്ങാം സാർ. അവർ രണ്ടുപേരെയായിരുന്നു പാടിക്കോട്ടെ. യെസ് സോറി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൻ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. ആർക്കെങ്കിലും പാടാനുണ്ടോ? ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഇല്ല, ഓക്കെ. മലയാളിയാണ്, ഓണമാണ്. ഇതിന് പാട്ട് പാടിയില്ലെങ്കിൽ പിന്നെ ഏത് പാട്ടാ പാടുന്നത്? ഓക്കെ, മനോജ് സാർ പാടുന്നോ? രണ്ടുപേരി? ഇല്ല സാർ, പാടില്ല. ഇത്രയും പേര് പാടിയില്ല. ഞാൻ വേറെ ഏതെങ്കിലും പാട്ട് ഞാൻ ഷേർലി മാം പാടാൻ. ഷേർലി മാം പാടിക്കൂ. ഓക്കെ. പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ. മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം.
ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. പൂവൂ നെല്ലിൻ പൊന്മല പൂമറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. താങ്ക് യു സാർ. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്ത പാട്ടിൽ പോവാം. അടുത്ത പാട്ട് ഇതാണ്, നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ. സലിൽ ചൗധരിയുടെ മനോഹരമായിട്ടൊരു പാട്ടാണ്, വയലാർ രാമവർമ്മയുടെ. ഓക്കെ, ആരാണ് പാടുന്നത്? ഷീല മാം ഒന്ന് പാടിക്കൂ, ട്യൂൺ കൊടുക്കൂ. താങ്ക് യു സർ. ട്യൂൺ കൊടുക്കാനല്ലേ? ഓക്കെ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി, കൊച്ചു കാവളം കാളി. തങ്കത്താലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. ഓക്കെ സർ. പാട്ട് ഇത്രേ ഉള്ളൂ, അതുകൊണ്ടാ അവിടെ വെച്ച് നിർത്തിയത്. ഞാൻ പാട്ടെ. യെസ് യെസ് യെസ്, പാടിക്കോളൂ സാർ, ആർക്കും പാടാം. പാടിക്കോ, വേണുഗോപാൽ സാർ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. കാക്കപ്പുലനാൾ പാലരി ഇന്നു കാവിലെല്ലാം കാവടി. കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി, കൊച്ചു കാവളം കാളി. തങ്കത്താലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. യെസ് യെസ്, പാടിക്കോളൂ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണു, പുളിയിലക്കര പുടവ വേണു, ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ,
കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കാക്ക പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കൊച്ചു കാവളങ്കാളി തങ്കത്താലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ വെള്ളിവെയിലു നെയ്ത പുടവ വേണോ പുളിയിലക്കര പുടവ വേണോ ചോലപ്പൊന്മാനെ. താങ്ക് യു സർ. ഓക്കെ, രമാദേവി മാം, ഉഷ മാം, പാടൂ ഞാൻ പാടാ സാർ. പാടൂ പാടൂ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ വെള്ളിവെയിലു നെയ്ത പുടവ വേണോ പുടിയിലക്കര പുടവ വേണോ ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ വെള്ളിവെയിലു നെയ്ത പുടവ വേണോ പുടിയിലക്കര പുടവ വേണോ ചോലപ്പൊന്മാനെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഉഷ മാം പാടി. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ വെള്ളിവെയിലു നെയ്ത പുടവ വേണോ പുളിയിലക്കര പുടവ വേണോ ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ കാക്കപ്പുല പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ വെള്ളിവെയിലു നെയ്ത പുടവ വേണോ പുളിയിലക്കര പുടവ വേണോ ചോലപ്പൊന്മാനെ. താങ്ക് യു. ഓക്കെ, ഇനി ആരാ പാടുന്നേ? അടുത്തയാള് ഞാൻ പാടാം. ആ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ വെള്ളിവെയിലു നെയ്ത പുടവ വേണോ പുളിയിലക്കര പുടവ വേണോ ചോലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കാക്കപ്പുലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി. കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി മനസ്സേ തേൻ കുടിക്കൂ നീ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ. സത്യം. അതുപോലെ സബു സാറേ, നമ്മുടെ സൽ ചൗധരിയുടെ ഹിന്ദിയിലെ വളരെ പ്രസിദ്ധമായ കുറേ പാട്ടുകൾ ലതാ മങ്കേഷ്കർ പാടിയിട്ടുണ്ട്. അതിലൊന്നാണ് ആജാരേ മേത്തു. ഒരുപക്ഷെ ശീലമാമൻ ഈ പാട്ട് അറിയായിരിക്കും. എനിക്ക് ഈ പാട്ടിൻ്റെ വരികൾ അറിഞ്ഞുകൂടാ. അതിമനോഹരമായ ഒരു പാട്ടാണ്. അല്ല, ഈ പാട്ടുകളെ പാടിയതിന് ശേഷം
സമയമുണ്ടെങ്കിൽ സലിച്ചവരുടെ ഒരുപാട് പാട്ടുണ്ട്. അതുപോലെ ഓ സജ്ജന എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ്. മധുമതി എന്ന് പറഞ്ഞ സിനിമയിൽ ഉള്ള പാട്ടുകളെല്ലാം എക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റുകളായിരുന്നു. ഓക്കെ, നമുക്ക് സമയമുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നില്ല, അതിമനോഹരമായ പാട്ടാണ്. ഒരു പക്ഷേ ഷീലാമാമനൊക്കെ അറിയായിരിക്കും, അറിയാവുന്നവർക്ക് നമുക്ക് പാടാം. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് ആരാണ് പാടുന്നത്? അല്ല, ഞാൻ എൻ്റെ പാട്ടുകൾ വരുന്നേ ഉള്ളൂ. എൻ്റെ പാട്ടുകൾ സലിച്ചവരുടെ പാട്ടുകളൊക്കെ വേറെയാണ്. എൻ്റെ ഹൃദയത്തിലാണ് സലിച്ചവരുടെ ജോർജ് സാറ് പാട്ടുകളൊക്കെ. ജോർജ് സാർ ജോർജ് സാറ് പാട്. അതെ, ജോർജ് സാറ് പാടൂ, നീലപ്പൊന്മാനെ. താങ്ക് യു മനോജ് സാർ. യെസ് സാർ. നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ, വെള്ളി വെയിലു നെയ്ത പുടവ വേണോ, പുളിയിലക്കര പുടവ വേണോ, ചോലപ്പൊന്മാനെ, നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ. കാക്കപ്പുല നാൾ പാലരി, ഇന്ന് കാവിലെല്ലാം കാവടി. കാക്കപ്പുല നാൾ പാലരി, ഇന്ന് കാവിലെല്ലാം കാവടി. കൊച്ചു കാവളം കാളി തങ്കത്താലി തീർക്കാറായി, മനസ്സേ തേൻ കുടിക്കൂ നീ, നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ. വെള്ളി വെയിലു നെയ്ത പുടവ വേണോ, പുളിയിലക്കര പുടവ വേണോ, ചോലപ്പൊന്മാനെ. താങ്ക് യു സാർ, താങ്ക് യു. ഇനി പാടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഇത് പാടാതിരിക്കരുത് കേട്ടോ. അതിനു മുമ്പ് സാറ് നീലപ്പൊന്മാനെ ഒന്ന് പാടണം. അതുപോലെ സാറേ ജ്യോതികുമാർ സാറും. ഇനിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണിത്. പാടിക്കൂ. മാടപ്രാവേ വാ, കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലീളം ചൂടേറ്റു രാവുറങ്ങാമോ, ഈ മുളം കൂട്ടിൽ മാടപ്രാവേ വാ. ഓക്കെ, പഠിക്കൂ. ആരൊക്കെയാ വിളിക്കണ്ടേ? ജ്യോതികുമാർ സാർ എവിടെ? ജ്യോതികുമാർ സാർ വന്നിട്ടുണ്ട്. പാടൂ സാർ. ഞാൻ വന്നു, ഞാൻ സ്വല്പം ലേറ്റ് ആയി, സോറി. ഓക്കെ. സാർ ടൈമിലാണ്. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ വാ, മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലീളം ചൂടേറ്റു രാവുറങ്ങാമോ, ഈ മുളങ്കൂട്ടിൽ മരിക്കും വരെ നീ കൂട്ടിരിക്കാമോ, മാടപ്രാവേ വാ. അടുത്തയാൾ അൺമ്യൂട്ട് ചെയ്യൂ പെട്ടെന്നാട്ടെ. അജിത. പിന്നെ പാടാത്തവരുണ്ടല്ലോ, കുഞ്ഞോയ് മാസ്റ്റർ, ഷീല മാം, ഷെർലി മാം, ഉഷ മാം, വി പി ജോർജ് സാർ. ആരാണ് അടുത്ത് വരുന്നത്? ജോർജ് സാർ. മാടപ്രാവ് പറ്റുന്നില്ല. സാറേ, പാട്ടിന്റെ ആസ്വാദ്യത കളയണ എന്തിനാ? എല്ലാവരും പാടട്ടെ. ഇല്ല സാർ, ഇത് എ ട്രിബ്യൂട്ട് ടു സലീൽ ചൗധരി. ആസ്വാദ്യമൊന്നുമില്ല, നമ്മളെ ഒരു ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, നത്തിങ് എൽസ്. ഓക്കെ, രണ്ടുപേരും പാടൂ. എന്നാ പുള്ളി പാടട്ടെ. പാടട്ടെ. രണ്ടുപേരും കൂടെ പാടിക്കോ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി
വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഷേർലി മാം പാടൂ. ഓ, ഞാൻ അൺമ്യൂട്ടായി. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കോ. ഷേർലി മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലീളം ചൂടേറ്റു രാവുറങ്ങാമോ, ഈ മുളങ്കൂട്ടിൽ മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലീളം ചൂടേറ്റു രാവുറങ്ങാമോ, ഈ മുളങ്കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. താങ്ക് യു സർ. പാട്ട് മാറി. പാട്ട് മാറിപ്പോയി സാറേ. പാടട്ടെ സാറേ? ആ, പഠിക്കും. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലിളം ചൂടേറ്റു രാവുറങ്ങാമോ, ഈ മുളങ്കോട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ പാടുന്നേ? ബിനമ. ഞാൻ പാടട്ടെ സാറേ? വേറെ ആരെങ്കിലും പാടുന്നു? ബിനമ ഒന്ന് പാടിക്കോട്ടെ. ബിനമ. ആ ആ ആ മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിനീളം ചൂടേറ്റു രാവുറങ്ങാമോ, ഈ മുളങ്കൂട്ടിൽ മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലീളം ചൂടേറ്റു രാവുറങ്ങാമോ, ഈ മുളങ്കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, ഈ വയൽ പൂവ് പോൽ നാം പൊഴിഞ്ഞാലും,
ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ. ഈ വയൽ പൂവ് പോൽ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ. മരിക്കും വരെ എന്നിണപ്രാവി മാടപ്രാവി വാ, ഒരു കൂടു കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവി വാ. താങ്ക് യു സർ. സാബു സാർ, ആ യെസ് പഠിക്കൂ. താങ്ക് യു സാർ. ഞാൻ പാടാം. യെസ്. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. മാരിയിൽ വേനലിൽ കൂട് വരാമോ, മാറിനീളം ചൂടേറ്റരാവുറങ്ങാമോ. ഈ മുളം കാട്ടിൽ മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഷീലമ്മ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. മാറിവിൽ വേനലിൽ കൂടെ വരാമോ, മാറിലേളം ചൂടേറ്റുരാവുറങ്ങാമോ. ഈ മുളങ്കൂട്ടിൽ മാറിവിൽ വേനലിൽ കൂടെ വരാമോ, മാറിലേളം ചൂടേറ്റുരാവുറങ്ങാമോ. ഈ മുളങ്കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ. ഈ വയൽ പൂവ് പോൽ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ. ഈ വയൽ പൂവ് പോൽ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ. മരിക്കും വരെ എന്നിണപ്രാവേ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. ഓക്കെ സർ. ഓക്കെ, ഇനിയിപ്പോ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഞാൻ പാടാം സാബു സാർ. സാർ അടുത്ത പാട്ടിലേക്ക്. ആ പാടിക്കോളൂ. ഇവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നു. പഠിക്കോ, കുഴപ്പമില്ല. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലിളം ചൂടേറ്റുരാവുറങ്ങാമോ. ഈ മുളങ്കൂട്ടിൽ മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലിളം ചൂടേറ്റുരാവുറങ്ങാമോ. ഈ മുളങ്കൂട്ടിൽ
മരിക്കും വരെ കൂട്ടിരിക്കാമോ? മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. ഈ വയൽ പൂ പോലെ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ? പാടി വരാമോ? ഈ വയൽ പൂവ് പോൽ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ? പാടി വരാമോ? മരിക്കും വരെ എന്നിണപ്രാവേ, മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും സബു സാറേ ഞാൻ പറയാൻ വന്ന കാര്യം, ഈ സിനിമയിലെ മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നല്ലോ ഇത്. ഇതിനകത്തെ ഗാനങ്ങളെല്ലാം തന്നെ അതിമനോഹരമായ പാട്ടാണ്. അതിലേറ്റവും പ്രസിദ്ധമായ പാട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ പാടിയ മാടപ്രാവേ. ഇത് കൂടാതെ ഇതിനേക്കാൾ ഏറ്റവും മെലഡിയസ് ആയിട്ടുള്ള 2 പാട്ടുണ്ട് ഇതിനകത്ത്. ഏതൊക്കെയാണെന്നറിയാം? ഒന്ന്, സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ. അതൊന്ന്, അത് അതിമനോഹരമായ പാട്ടാണ്. ആ പാട്ടിന് ആ സിനിമയുടെ തന്നെ വലിയൊരു ചേഞ്ച് ആ പാട്ടിനകത്താണ്. പാത്തോസ് ആവുന്നതും മദനോത്സവം സിനിമയുടെ കഥ തന്നെ അല്ലത്. അതുപോലെ തന്നെ മനോഹരമായ ഒരു പാട്ടാണ് നീമായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ കണ്ണീരോ നീമായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ. ആണ് നീ പ്രണയത്തിൻ ഹംസഗാനം. അത് ONV സാറിന്റെ അതിമനോഹരമായ പ്രണയത്തിനെ കുറിച്ചുള്ള വരികളാണ് അതിനകത്ത് മുഴുവൻ. ഈ സലിൽ ചൗധരിയുടെ സംഗീതം ഇങ്ങനെ സാബു സാർ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഈ ട്യൂണിന്റെ ടാ 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 ടീ ടാ എന്നൊക്കെ പറയാണ് കമ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മ്യൂസിക്കലി പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പാട്ടുകളുണ്ടല്ലോ സാബു സാറേ, നമ്മൾ കേൾക്കുമ്പോൾ അതിമനോഹര പാട്ടുകളാണ്. ഒന്ന് പാടി നോക്കിക്കേ. അവിടെയാണ് സലിൽ ചൗധരിയുടെ മ്യൂസിക്കലി ഉള്ള ഒരു ഇത് പറയുക. അപ്പം അത്ര പാട്ടിൻ്റെ നമ്മൾ ഇതിന് മെഷർമെൻ്റ് എന്നൊക്കെ പറയും, പാട്ടിൻ്റെ ലെങ്ത്തും വരികളുടെ ലെങ്ത്തും ഒക്കെ. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവസാനം തിരിച്ച് വരും. അപ്പോൾ ഈ ഞാനീ പറഞ്ഞ സാഗരമേ ശാന്താവ് എന്നുള്ള പാട്ടൊക്കെ രാത്രിയിൽ കേൾക്കണം. അത് വേറൊരു ഫീല് തന്നെയാണ്. അതാണ് സലിൽ ചൗധരി എന്ന മഹാസംഗീത സംവിധായകൻ. നമ്മൾ കണ്ണടച്ചൊക്കെ ഇരുന്ന് പാട്ട് കേട്ടാൽ, ആ പാട്ടൊക്കെ കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഉറക്കം വരും. അതാണ്. 2 അതിമനോഹര പാട്ടുകളാണ്. അത് വേറെ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിന് ഏറ്റവും മെലഡിയസ് ആയിട്ടുള്ള 2 പാട്ടുകളാണ്. അതിലും സാഗരമേ ശാന്തവും അതാണ് ഏറ്റവും വലിയ പാട്ട് ശരിക്കും പറയാം. ഓക്കെ സാർ, അടുത്ത പാട്ടിലേക്ക് നീങ്ങാം. പിന്നെ വേറൊരു പാട്ടുണ്ട് സാറേ, അതിലെ സന്ധ്യ കണ്ണീര് തന്റെ സന്ധ്യ. വന്നു. അതെ, അതെനിക്ക് തോന്നുന്നു സാറേ അത് മദനോത്സവത്തിലെ പാട്ടല്ലേ? ഇതും എല്ലാം പറഞ്ഞത് തന്നെയാ. അതെ, മനോത്സവത്തിന് തന്നെയാണ്. ഇത് മനോത്സവത്തിനെയാണ്. ഓക്കെ, അപ്പൊ ഇത് പാടാം. സന്ധ്യേ കണ്ണീരിനെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. ഓക്കെ, പഠിക്കും. അതെ, ഇത് സ്ത്രീകളാണ് പാടേണ്ടത്. ഇതിൽ അസാധ്യ പാട്ടാണ്. പഠിക്കോളൂ. ജാനകിയുടെ പാട്ടാണ്. ഏതാണ് മോശം അല്ലെ? എല്ലാം മനോഹര പാട്ട്. യെസ്, പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ.
മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചുടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചുടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും, വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. താങ്ക് യു സർ. അത് കണ്ണീരാക്കി. സാറേ ഞാൻ രണ്ടുപേരും പാടാം. ആ പ്ലീസ് പഠിക്കും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂരജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ, എത്തുകില്ലേ നാളെ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. താങ്ക് യു സർ. സാബു സാറേ, ഈ നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ പാട്ടെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പാടാനും അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് സാറേ. കാര്യം ചിലപ്പോൾ നമ്മളൊരാൾ പാടുമ്പോൾ ഈ ലാഗിങ് ഉണ്ടല്ലോ ഇതിന്, ചിലപ്പോൾ ഒരാളുടെ വോയിസ് കട്ടവാ. അതിന് സെറ്റിങ്സിലൊരു സെറ്റിങ്സ് ഉണ്ട്, മ്യൂസീഷ്യൻസ് എനേബിൾ മ്യൂസീഷ്യൻസ്. അതിൻ്റെ സെറ്റിങ്ങിൽ പോയിട്ട് അതെല്ലാവരും ഓണാക്കി ഇട്ടിട്ട് പാടിനെ നമുക്ക് ഒരുമിച്ച് പാടാം. ഇപ്പം പലർക്കും നമ്മൾ പാടുമ്പോൾ അതെ അതിൻ്റെ സപ്രഷൻ ഉണ്ട്. അപ്പം അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് പാടാം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വോയിസും കേൾക്കും. അതിനകത്ത് കരോക്കെ ട്രാക്ക് ഇട്ട് പാടാൻ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് സോങ് ഒക്കെ പാടാനായിട്ട് പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും എനേബിൾ ചെയ്യണം. അതായത് ഒറിജിനൽ സൗണ്ട് ഫോർ മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അത് ഓൺ ആക്കി ഇടണം. അതെവിടെയാണത്? അത് സൂമിൻ്റെ സെറ്റിങ്ങിൽ പോകണം. സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് മ്യൂസീഷ്യൻസ് എനേബിൾ ചെയ്തിടണം. അപ്പോൾ സിങ്ക് ആവും സൗണ്ടെല്ലാം. ഓക്കെ. അപ്പോൾ എല്ലാവരും പാടുന്നവരൊക്കെ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പാടാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾ കേട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൂം പ്ലാറ്റ്ഫോമിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മറ്റൊരാൾ സംസാരിച്ചാൽ ഏതെങ്കിലും ഒരാളുടെ നല്ല മൈക്ക് ക്വാളിറ്റി ഉള്ള ആളുടെ സൗണ്ട് പിടിക്കും, മറ്റവൻ തട്ടിപ്പോവും. അങ്ങനെയാണ്. ഓക്കെ സാറ്, അടുത്ത പാട്ടിൽ ഇത് പാടട്ടെ. ഇത് അനേകം പേര് പാടാറുണ്ട്. പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷ
വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. താങ്ക് യു സർ. പാടാം. സന്ധ്യേ കണ്ണീരിതന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി സന്ധ്യേ കണ്ണീരിതന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത പാട്ടിലേക്ക് പോവാം. ഞാൻ പാടാം സാറേ. യെസ്, പാടൂ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചോടി വീണ്ടും എത്തുകില്ലേ നാളെ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചോടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. താങ്ക് യു സർ. ഓക്കെ. നമ്മുടെ പാടാം. സിംഗർ ഉഷ. ഞാൻ പാടാം സാർ. ഓക്കെ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ഓക്കെ സർ. ഓക്കെ. വേറെ ആരെങ്കിലും? മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഓക്കെ. ജോർജ് സാർ. താങ്ക് യു സർ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ
നിൽപ്പൂ രജനീഗന്ധി സന്ധ്യേ കണ്ണിരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണിരിതെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പു രജനീഗന്ധി. താങ്ക് യു സർ. ഷീലമ്മ പഠിക്കും. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ ദുഃഖമേ നീ പോകുകിടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം ദുഃഖമേ നീ പോകുകിടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സലീൽ ചൗധരിയുടെ മലയാള സിനിമയുടെ അവസാനത്തെ പാട്ടിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് ഹിന്ദി പാട്ടുകളിലൂടെ എനിക്ക് തോന്നുന്നു മനോജ് സാർ നമ്മളെ കുറച്ചൊക്കെ കൊണ്ടുപോകായിരിക്കും. ഒരു പാട്ടോടെ പാടിയിട്ട് ലാസ്റ്റ് ആ പാട്ട് ഇതാണ്, കാതിൽ തെന്മഴയായി പാടൂ കാറ്റേ. ഇത് വളരെ ഡെപ്തുള്ളൊരു പാട്ടാണ്. ഷീലമാമൊക്കെ പിടിച്ചാലേ വരുള്ളായിരിക്കും, എന്നാലും നമുക്കൊന്ന് പാടി നോക്കാം. കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കുളിർ കുളിർ താരാരോ, മധുരമായി പാടും മണിശങ്കുകളാൽ കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടലേ. ഓക്കെ, ഷീലമ്മ ഒന്ന് ട്യൂൺ തരൂ. കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടലേ, കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർ താരാരോ, മധുരമായി പാടും
മണിശങ്കുകളായി കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ ഒഴുകുന്ന താഴമ്പൂ മണമിതു നാമെന്നും പരതയോർത്തിടും അനുരാഗഗാനം പോലെ ഒഴുകുന്ന താഴമ്പൂ മണമിതു നാമെന്നും പറയാതെയോർത്തിടും അനുരാഗഗാനം പോലെ ഒരു കുന്നുകൂടുന്നിതാ ഒരു കുന്നുകൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരി മുത്തു ഞാനെടുക്കും കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. ഇതൊരു മനോഹരമായ പാട്ടാ അല്ലേ? പാടാൻ Yes. ഒട്ടും എളുപ്പമല്ല എന്നുള്ളതാണ് അതെ സത്യം. അതെ കടല് പോലെ ദുർഘടമാണ്, പക്ഷെ പാട്ട് മനോഹരം. ആരാണൊന്ന് ട്രൈ ചെയ്യുന്നേ? ഒരു 2 വരി. ഇത് അത്ര എളുപ്പമല്ല എങ്കിലും. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് മനോജ് സാറിന്റെ ഹിന്ദി പാട്ടുകളിലേക്ക് പോകാം. സബു സാറേ, ഞാൻ ഹിന്ദി പാട്ടുകൾ പറഞ്ഞെങ്കിലും ഒന്നാതെ നമ്മൾക്ക് ഹിന്ദി പാട്ടിൻ്റെ വരികളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞത് ആചാരേ മേത്തു ആ പാട്ട് നമ്മുടെ ഷീല മാമിന് അറിയാവുന്നതാണ്. മുഖഭാവത്തിൽ നിന്ന് ഞാൻ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അറിയായിരിക്കും. എൻ്റെ വരികൾ എനിക്കില്ലാത്തതുകൊണ്ട് മാഡം ഒന്ന് ലിറിക്സ് കിട്ടിയിരുന്നാലേ പാടാൻ പറ്റുള്ളൂ സാറേ. അത് ലിറിക്സ് ആചാരേ നോക്കട്ടെ. അതങ്ങനെയൊക്കെ അറിയാവൂ സാറേ. ലിറിക്സ് കിട്ടിയാ പിന്നെ ഒരുപാട് കൊള്ളാം. പാട്ടുകളുണ്ട്. നമുക്ക് ഒരു ദിവസം ഹിന്ദി ഹിന്ദി പാട്ട് വേറൊരു ദിവസം സാർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വേറൊരു വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഹിന്ദി അതെ, പാടാം. അതുപോലെ ഹിന്ദി അത് തന്നെ മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് അതെ, പിന്നെ ഒരു വലിയ ഫേമസ് പാട്ടായിരുന്നു സുഹാന സഫർ. സുഹാന സഫർ മോസം ഹേതു, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഓർത്ത് വെക്കാനായിട്ടാണെങ്കിൽ ഞാൻ മുമ്പേ 1-2 പാട്ടുകളിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ആർക്കെങ്കിലും ഇരിക്കുന്നവർക്ക് ആ പാട്ടുകളൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആചാര്യ പരദേശിയൊക്കെ അറിയാവുന്നവരുണ്ടാകുമായിരിക്കും. ഒരു പക്ഷെ എനിക്ക് എൻ്റെ മലയാളം വിട്ട് മാനസമയനേ വരൂ സാറേ. മാനസമയനേ വരൂ. മലയാളത്തിൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇഷ്ടംപോലെ പാട്ടുണ്ട്. മനക്കിലത്തത്തെ, കദളി ചെൺകദളി, കുന്നുമേൽ, ഇവിടെ കാറ്റിന് സുഗന്ധം, കാണാക്കുയിലെ പാടു പാടു. ഇത് പാടൂ. കാണാക്കുയിലേ പാടൂ. കാണാക്കുയിലേ പാടു പാടു നീ കാവുകൾ പൂത്തു താഴ്വരയാകെ താഴമ്പു ചൂടി മഴവിൽ കൊടി കാവടി അഴകി വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. മഴവിൽ കൊടി കാവടി അഴകി വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. കദളിപ്പൊൻ കോമ്പിലെ തേനുണ്ടോ. കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ. കദളിപ്പൊൻ കോമ്പിലെ തേനുണ്ടോ. കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ. കാവിലമ്മ വളർത്തം കുരുവി തരുമോ നിൻ കുഴൽ താമരപ്പൂന്തേൻ. മഴവിൽ കൊടി കാവടി അഴകി വിടർത്തിയ
മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. താങ്ക് യു ഈ സർ. ശരിക്കും മുഖത്തിനൊരു ഭാവഭേദം ഇല്ലാതെ എസ് ജാനകിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ് ഇതെല്ലാം, സൂപ്പർ പാട്ടുകൾ. ശീലമാം ഒന്ന് പാടും, എന്നിടത്തും ഫിനിഷ് ചെയ്യാം. കാണാക്കുയിലേ പാടൂ പാടൂ നീ കാവുകൾ പൂത്തു താഴ്വരയാകെ താഴമ്പു ചൂടി ആ മഴവിൽക്കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. മഴവിൽക്കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. കദളിപ്പൊൻ കൂമ്പിലെ തേനുണ്ടോ. കാട്ടുപൂക്കൾ നേരിച്ച തേനുണ്ടോ. കാവിലമ്മ വളർത്തും കുരുവി തരുമോ നിനൻ കുഴൽ താമര പൂന്തേ. മഴവിൽക്കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. ഓക്കെ സർ. യെസ്. അപ്പൊ ഈ ആഴ്ച സലിൽ സാറേ ചൗധരി അതിൽ തന്നെ എല്ലാവർക്കും ഇപ്പൊ സമയം കഴിഞ്ഞ എല്ലാവർക്കും പാടാൻ പറ്റുന്നതായിരുന്നു. മല്ല കൊടി പോലെ അത് അത് പിന്നെ ഒത്തിരി ലേറ്റ് ആയി പോകും. ആയിക്കോട്ടെ സാറേ. ലേറ്റ് ആയി. അടുത്ത ആഴ്ച നമ്മൾ പാടുന്നത് BA ചിദംബരനാഥിന്റെ പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഈ പറയുന്ന സെപ്റ്റംബറിൽ തന്നെയാണ്. BH കരയുന്നോ പുഴ ചിരിക്കുന്നോ, അതുപോലെ തന്നെ കടവത്ത് തൂണിയെടുക്കുമ്പോൾ പെണ്ണിൻ്റെ, കേശാദി പാദം തൊഴുന്നേ, പിന്നെ ഓണപ്പൂവി, അല്ലല്ല അത് സലിൽ ചൗധരിയുടെയാണ്. ഇതെല്ലാം സലിൽ ചൗധരിയുടെ മറ്റു പാട്ടുകളാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒന്നിൽ പാട്ടുകളും കൂടെ നമുക്ക് അദ്ദേഹത്തെയും കൂടെ ഓർക്കാം. ഇതെല്ലാം സലിൽ ചൗധരിയുടെ പാട്ടുകളാണ്. ഒരുപക്ഷെ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റുന്നതാണ്, നല്ല കേട്ട് പരിചയമുള്ള. ഇത് ചിദംബരനാഥിൻ്റെയാണ്. നല്ല സുറുമ ആറ്റുവഞ്ചിക്കടവിൽ വെച്ച് മാനസമയനെ വരൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി അല്ലേ മനോജ് സാർ എന്തെങ്കിലും പറയുന്നോ? സാറേ ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ 171 ജന്മദിനം കൂടിയായിരുന്നു, അതും കൂടി ഓർമ്മിക്കാം. അതെ, ഇല്ല സാർ, പ്രത്യേകിച്ച് ഇന്നത്തെ നല്ല എന്താണ് സലിൽ ചൗധരിക്ക് കൊടുക്കാൻ നമ്മൾ നല്ലൊരു ട്രിബ്യൂട്ട് തന്നെയാണ് എല്ലാവരും കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഈ പാട്ടുകളെല്ലാം ഇവിടെ പാടി. ഇതാണ് പ്രശ്നം, സലിൽ ചൗധരിയുടെ ഏത് പാട്ട് പാടണം ഏതൊക്കെയാണ് പാടണ്ടാത്തതെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒരു പാട്ട് പോലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. എല്ലാ അതിമനോഹരമായ പാട്ടുകൾ തന്നെയാണ്. നമ്മൾ മലയാളം മാത്രമേ പാടിയുള്ളൂ. പക്ഷെ മറ്റുള്ള പാട്ടുകൾ ഹിന്ദി ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്തത്. അതിന് ശേഷമാണ് മലയാളത്തിൽ സാറ് പറഞ്ഞ 26, 27 ചിത്രങ്ങളിലെ എത്രയോ പാട്ടുകൾ ബംഗാളിൽ, അതെ, ഒരുപാട് ലാംഗ്വേജിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും. അപ്പോൾ വീണ്ടും നമുക്കിതുള്ള എന്താണ് നല്ല സംഗീതജ്ഞരെയൊക്കെ ഓർക്കാനും അവരുടെ പാട്ടുകൾ പാടാനും പാട്ടുകളെ അവരെ ഓർക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അങ്ങനെ ഓർത്താൽ തന്നെ അവരുടെ എന്താണ് നമുക്കും കുറച്ച് ഗ്രേസുകളൊക്കെ കിട്ടും. അവരെ ഓർത്തല്ലോ മതി. ജസ്റ്റ് നമ്മളെ പാട്ടുകളൊക്കെ നേരത്തെ ഇടാം, ഒന്ന് നോക്കി ഒന്ന് മൂളിക്കൊണ്ട് കണക്ക പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പാടാൻ പറ്റും. നല്ലോണം പാടി നമുക്ക് വേറെ അവാർഡ് മേടിക്കാനൊന്നുമല്ലല്ലോ, നമുക്കൊരു സന്തോഷം. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതല്ലേ. ശരിക്കും 2-3 ആഴ്ച ഞങ്ങൾ ശരിക്കും വിഷമിച്ചു. ഷീലമാം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ എന്നിട്ട് ഒരാഴ്ചയൊക്കെ ഫുൾ ട്രയൽ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ക്ലാസ്സിന് വരുന്നത്. തമാശ പറഞ്ഞല്ല, പറയാൻ കാരണം തൊട്ട് മുമ്പത്തെ പാട്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആരായിരുന്നു? ബ്രഹ്മാനന്ദനെ കുറിച്ച്. ബ്രഹ്മാനന്ദന്റെ ഒക്കെ പാട്ടുകൾ കേട്ട് ഞാൻ മടുത്തു. പാട്ടുകളായിരുന്നു. 14 രാവിച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ. നല്ല സൂപ്പർ പാട്ടുകളായിരുന്നു. അത് എത്ര പാട്ട് പഠിച്ചിട്ട് ഞാൻ വന്നതെന്നറിയോ? അതിൽ എനിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. കാരണം ശീലമാമൊക്കെ വന്നില്ലെങ്കിൽ ഞാൻ പെട്ടു.
അത് തന്നെയല്ല, എന്നെ രമ രണ്ടുപേരും ഇപ്പോൾ വലിയ രമാനന്ദ പ്രശ്നമാണ്. കേൾക്കുന്നുണ്ടായതല്ലോ. 2 നേതാക്കന്മാരുണ്ടായിരുന്നു ഇവിടെ, ജോസഫ് സാറും അതുപോലെ ഷാബു ഗംഗാധരനും. ഇവർ രണ്ടുപേരും ആ വരുന്നില്ല, പിന്നെ എന്നെ ചെയ്യും? അതേന്നേ. അതെ. ആര് പിന്നെ വന്നില്ലേലും ഇവിടെ നമുക്ക് നടക്കും, അതാണ് ഇവിടുത്തെ കളി. അതാണ് നമുക്ക് അല്ല മനോജ് ഞാൻ സാർ ഉണ്ടല്ലോ. എനിക്കാവുന്ന പോലെ ബ്രഹ്മാനന്ദൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേജിൽ പോലും വായിച്ച ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് കൊടുത്തിരുന്നു എനിക്കാവുന്ന പോലെ. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശീലമാം മകൻ്റെ എന്താ കൂടെ സാറ് കൊടുത്ത യാത്രയിലായിരുന്നു. 2-3 പാട്ട് കോപ്പിറൈറ്റ്, അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതല്ല അതെ അവര് റൈറ്റ് 10 യാത്രയിലായിരുന്നു. സെക്കൻഡ്സ് വരെയൊക്കെ ചിലർ അലോ ചെയ്യാറുണ്ട്. അതൊക്കെ ചിലപ്പം ഇതിനകത്ത് ഞാൻ 10 സെക്കൻഡ് താഴെ ഞാൻ സോങ് സെലക്ട് ചെയ്യും, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളുള്ള കാരണം 10 സെക്കൻഡ്സ്. അതുകൊണ്ടാണ് നമ്മൾ മുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ വലിയ സുഖം തോന്നില്ല, പക്ഷേ എങ്കിലും നമ്മൾ പാട്ട് അല്ല ആസ്വദിക്കുന്നവരൊക്കെ സാറേ, പാട്ട് നമ്മൾ ഈ മുഴുവൻ കേൾക്കാം. റെക്കോർഡൊക്കെ ഇട്ട് കേൾക്കുന്നതിനേക്കാൾ മനോഹരം നമ്മൾ പാടുന്നത്. അത് എത്ര തെറ്റിയാലും കുഴപ്പമില്ല. ഇത് അതെ തെറ്റുമ്പോഴാണ് നമ്മൾ ഈ ലിറിക്സിൻ്റെ അതെ ഒക്കെ പ്രത്യേകത, അല്ലെ അതിൻ്റെ. ഇപ്പോൾ ശീലമാം പാടുന്നത് നമ്മൾ പാടുമ്പോൾ എന്നെ വ്യത്യാസമാണ്. എന്നതൊക്കെയാണ് അതിൻ്റെ അകത്ത് കേട്ടുന്നത്. നമുക്കിത് വല്ലതും വരുമോ? ശ്വാസം അതെ കിട്ടുമോ? ഇന്നത്തെ എൻ്റെ ട്രിബ്യൂട്ടിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാണ് ഇന്ന് അതിന് വോയിസ് ഓവർ കൊടുത്തത്. എൻ്റെ വൈഫിൻ്റെ വോയിസ് ഓവർ എനിക്ക് അതിനകത്തുണ്ടായിരുന്നു. തോന്നി, അത് പറഞ്ഞില്ല ആദ്യം. മനസ്സിലായി. അതെ, അജിത ഉണ്ടായിരുന്നു. അജിതയ്ക്ക് പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആചാര്യ പരദേശിയൊക്കെ വീട്ടിലൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹിന്ദി പാട്ടുകളൊക്കെയാണ് പക്ഷേ അതിനകത്തൊരു ട്രിബ്യൂട്ട് പാടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു എന്ന് ഒരു പറയുന്നതിൽ കസേര എടുത്ത് സന്തോഷം. കൊടുക്കൂ, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ തന്നെ ഇരുത്താം. ഒരു കസേര. സാറേ, നമ്മളിത് ധീരതയ്ക്കുള്ള അവാർഡിന് വേണ്ടിയാ പാടുന്നത്. ഇവരെവിടെ പോയിരുന്നു സാബു സാറേ? രണ്ടുപേരും ഉഷമേമം ശീലമാം യാത്രയിലായിരുന്നു. സാറേ, ആളെത്തിയിട്ടുണ്ട്. പറഞ്ഞോ. യെസ് പറഞ്ഞോ. സാറേ ഇല്ല, എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തില്ല. മനോജ് ഒരുപാട് സംസാരിക്കുമെങ്കിലും ഞാൻ പൊതുവെ പുറകോട്ടാണ് സംസാരം. അതെ, അതാണ് രണ്ടുപേർക്കും പല ഒരേ ഗുണം പ്ലാറ്റ്ഫോമിൽ കൊടുക്കത്തില്ല. എന്നെ അതുകൊണ്ട് തന്നെ കാണാത്ത എനിക്ക് ഈ വോയിസ് ഓവർ പെട്ടെന്ന് അത് നിനക്ക് പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ആന്ന് പറയുകയും ചെയ്തു. ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറഞ്ഞു. പിന്നെ ചില കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നെ, അങ്ങനെ ചെയ്തതാ. എത്രത്തോളം ശരിയായതുള്ള എനിക്കറിയില്ല. അടിപൊളിയായിരുന്നു, ഉഗ്രൻ. നമ്മൾ വിചാരിച്ചു നല്ല ആദ്യം കാര്യം. എവിടെ നിന്നാണ് താങ്ക് യു. ഈ സൗണ്ട് വരുന്നതെന്ന്. നല്ല കാര്യം. താങ്ക് നല്ലതാ, യു. വളരെ നല്ലതാ. ആചാര്യ പരദേശ് രണ്ടുപേര് പഠിക്കുവാണെങ്കിൽ ഒരു ട്രിബ്യൂട്ട് ആയിട്ട് അയ്യോ. സൽതായിക്ക്. ആജാരേ परदेसी मैं तो कब से करी इस पार, ये अखियां थक गई पंद निहार, आजा रे परदेसी मैं तो कब से खरी इस पार, ये अखियां थक गई पंत निहार, आजा रे परदेसी. ഓക്കെ, താങ്ക് യു. താങ്ക് യു, ഓക്കെ, താങ്ക് യു. ഓക്കെ, കൊള്ളാം. ഇപ്പൊ ആ പാട്ടിനോട് നമുക്ക് ഇടയ്ക്ക് കാണാം. അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഓക്കെ. See you. Good night. Thank you. ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാ ദിവസവും വരിക, ബൈ. എല്ലാ സൺഡേയും വരിക. ഞാൻ കേൾക്കാറുണ്ട്, കേൾക്കോളൂ. ഇങ്ങനെ പിക്ചറിൽ വരാറില്ല. ഓക്കെ, കാണാം. Bye. See you. Good night. ഗുഡ് നൈറ്റ്. അതെ അതെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഓൾ. എവിടായിരുന്നു? Good night. Good night. ഗുഡ് നൈറ്റ്. വാവ വന്നല്ലോ. ഗുഡ് Good നൈറ്റ് വാവേ. night. വാവേ, എന്ത് നല്ല പാട്ടായിരുന്നു വാവയുടേത്. ജോർജ് സാർ. ഹലോ വാവയുടെ ഒരു പാട്ടോടെ കേട്ടെ, വാവയുടെ ഒരു പാട്ടോടെ കേട്ടെ. ഒലിവർ പാട്ട് പാടും. അത് ഹിന്ദിയാണല്ലോ. അപ്പൊ സാറിന് ഹിന്ദി അറിഞ്ഞൂടെന്ന് വ്യക്തമായി കേട്ടാ സാറേ. ജോർജ് സാറിന് മാത്രമേ മനസ്സിലാവുള്ളൂ എന്താ ഭാഷയെന്ന്, അല്ലേ? അതെ അതെ. ബൈ. ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഞാൻ സാറിനെ വിളിക്കാം. യെസ്, ഗുഡ് നൈറ്റ്. നാളെ വിളിക്കാം സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. റൈറ്റ്.